പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഓവർ ഫീഡ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാറില്ല അല്ലേ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓവർ ഫീഡ് ചെയ്യാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യ ദേവി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓവർ ഫീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം റെസ്പോൺസീവ് ഫീഡിങ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് വിശക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സിഗ്നൽസ് കാണിക്കുന്നുണ്ടാവും, നമുക്ക് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് വിശപ്പ് മാറുമ്പോൾ, വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽസ് അവർ നമുക്ക് തരുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവർക്ക് പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്നത് നിർത്തുകയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതിനാണ് റെസ്പോൺസീവ് ഫീഡിങ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് വിശക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ അവരുടെ വിരൽ കുടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വാ കൊണ്ട് പാല് കുടിക്കുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും, ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും, പാലിന് വേണ്ടിയിട്ട് പരതുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് വിശപ്പില്ലാത്ത സമയത്ത് നമ്മൾ പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവർ ചിലപ്പം വാ തുറക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ മുഖം ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ അർത്ഥം അവർക്ക് പാല് വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് അവർ വേറെ കാര്യങ്ങളിലേക്കൊക്കെ അവരുടെ ശ്രദ്ധ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് അവർക്ക് പാല് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ കരയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ വേഗം ഓടി ചെന്നിട്ട് അവർക്ക് പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ടായിരിക്കും അവർ കരയുന്നതെന്നാണ്. പക്ഷേ എപ്പോഴും കുഞ്ഞുങ്ങൾ വിശന്നിട്ട് മാത്രമാവില്ല കരയുന്നത്. അവർക്ക് ചിലപ്പം നമ്മളൊന്ന് എടുത്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ അവർ കരയും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതായത് പാമ്പേഴ്സ് മാറ്റാൻ സമയമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചൂടെടുക്കുന്നുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ കരയാം. അപ്പോൾ ഈ ഒരു കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം.